കുറച്ച് തിരക്കുണ്ട്. എന്ത് ഇത്ര തിരക്ക്? ഓ എന്റെ കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിയപ്പോഴത്തേക്ക് ആ ടാറ്റ പഞ്ച് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇച്ചിരി ഞാൻ കയറി. ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇപ്പൊ മാറ്റി കൊടുക്കാം, പോയിട്ട് വരാം. ചേട്ടാ വണ്ടി കിട്ടിയില്ല ഇതുവരെ. വണ്ടി ഞങ്ങൾ തോന്നുമ്പോ തരും, നീ വേണമെങ്കിൽ വാങ്ങിച്ചാ മതി, വെച്ചിട്ട് പോടെ. എന്ത് പാടേ? ഈ അഹങ്കാരം കാരണം ഉണ്ടല്ലോ കഴിഞ്ഞ മാസത്തെ സെയില് ഇച്ചിരി ഇടിഞ്ഞിട്ടുണ്ട്. ഹലോ ചേട്ടാ, കാർ എടുത്ത് കഴിഞ്ഞ് ഡോർ തുറന്നപ്പോഴേ അകത്തൊരു ടി വി ഇരിക്കുന്നു. നിങ്ങൾ തെറ്റി വല്ലതും വെച്ചതാണോ? അത് ടി വി അല്ല, ഞങ്ങളുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. താഴെ കാവി പൂരം. ഞാൻ 10 ലക്ഷം ഓടിയിട്ടുള്ളൂ, മിനിമം എനിക്കൊരു 20 ലക്ഷമെങ്കിലും ഓടണം. എന്നെ വിട്, ഞാൻ പോട്ടെ. അവന്റെ എഞ്ചിൻ റിലയബിൾ ആയതിന്റെ അഹങ്കാരമാ. കണ്ട് പടി. അതെന്നാ കുഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഓ അവനെ ഇട്ടിട്ടെ അവന്റെ റിലേറ്റീവ്സ് എല്ലാം വെളിയിൽ പോയി. അവനിപ്പോ ഒറ്റയ്ക്കാ, അതിന്റെ വിഷമം. ഒറ്റയ്ക്ക് ഇന്ന് പൊരുത് വെച്ചാർക്ക ഇല്ലയോ? പിന്നെ അതെന്തോണ്ണാ ലെഫ്റ്റ് ഇരിക്കുന്നത്? അത് ബലേനോ. അപ്പൊ ഈ റൈറ്റ് ഇരിക്കുന്നോ? ഗ്ലാൻസാ. അതെങ്ങനെ അറിയാൻ പറ്റുണ്ണ? അത് മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അതെന്താ മുദ്ര? എടാ ലോഗോ. ഒന്നിനകത്ത് സുസുക്കിയുടെ ലോഗോ, ഒന്നിനകത്ത് ടൊയോട്ടയുടെ ലോഗോ. അതാണ് വലിയ വ്യത്യാസം ഇല്ല. ഇരട്ട തെറ്റ പോലെ ഇരിക്കും. അയ്യോ, ഒരു പുള്ളിയുടെ വ്യത്യാസം മാത്രം. പിന്നല്ലേ പുതിയ വണ്ടിയൊക്കെ ഇറക്കിയെന്ന് അറിഞ്ഞ്. ഓ 1-2 ഇറക്കിയടി. നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് പരിഗണിക്കണേ. എന്നാലേ തന്നു വിചാരിക്കുക. എന്നാലേ ഞാൻ എടുത്തു എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാറുകൾക്കും കാറുകളുടെ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെയിൻ അജണ്ട, ഇവിടുന്ന് പണ്ട് നാട് കടത്തിയ കുറച്ച് ആൾക്കാരെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. കൂടാതെ കുറച്ച് പുതിയ ആളുകളെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ EV ചെറുമക്കളെ ക്ഷണിക്കുന്നു. നമ്മൾ ഇതിലില്ല, കണ്ടുകൊണ്ട് മാത്രമേ. എന്തൊക്കെ പറഞ്ഞാൽ EV-യിൽ നമ്മളാണ് നമ്പർ 1. വഴിയെ കിടക്കുന്നതിലായിരിക്കും നമ്പർ 1 അല്ലേ? EV-യെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അർഹതയാണ്? അപ്പൊ നമ്മുടെ ബെഡ ഐറ്റം ഇറങ്ങിയതൊന്നും നമ്മൾ കണ്ടില്ല. അങ്ങോട്ട് നോക്കിയേ, അങ്ങനെ അങ്ങനെ. എന്ത് സൈബർ ട്രക്ക്? അതെ, ഇന്ത്യൻ സൈബർ ട്രക്ക്. എന്റെ കാറ് കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമായി. സൺറൂഫിലും ഡിസ്പ്ലേ ഇറക്കേണ്ടി വരും. ആദ്യം നീ ഒരു EV ഇറക്ക്, എന്നിട്ട് ഇരുന്ന് ചിരിക്കും കേട്ടോ. നീ എന്ത് കരുതി?